നമസ്കാരം. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശില്പ ഡി IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ ഉടനീളം നടന്നു വരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള മയക്കുമരുന്ന് വേട്ടയിൽ കർണാടക സ്വദേശിയടക്കം 4 പേർ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നും 25 ഗ്രാം MDMAയും മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വഴി കയ്യിലുണ്ടായിരുന്ന 7 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്നിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് ഈ മേഖലയിൽ കർണാടക കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ സുൽത്താനായി വാഴുകയായിരുന്നു കർണാടക ബൽത്തങ്ങാടി സ്വദേശിയായ സൂഫിയുടെ മകൻ മുഹമ്മദ് മൻസൂർ. പിടികൂടിയ സംഘത്തിലെ പ്രധാന നേതാവാണ് ഈ മൻസൂർ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ ഉദ്യാവാറിലെ മൗഡ ഹൗസിലെ ഇക്ബാലിന്റെ മകൻ അല്ലാം ഇക്ബാലും ഉപ്പള ശാരദാ നഗറിലെ മുണ്ട ഹൗസിലെ മുഹമ്മദ് ഫാറൂഖിന്റെ മകൻ മുഹമ്മദ് ഫിറോസും കലീൽ മൻസലിലെ ആലിക്കുട്ടിയുടെ മകൻ അൻവർ ആലിക്കുട്ടിയുമാണ് മറ്റു പ്രതികൾ. ഇനി ഞങ്ങൾ ഇവിടെ ആഴത്തിൽ പരിശോധിക്കുന്നത് ഈ 4 പേരുടെ ജീവിതമാണ്. എങ്ങനെയാണ് ഇവർ മയക്കുമരുന്ന് ഉപയോഗവും അതിന്റെ വിൽപ്പനയിലേക്കും കടന്നുപോയത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ലഭിക്കാനായി അല്പം പ്രയാസപ്പെടേണ്ടി വന്നെങ്കിലും കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആലിക്കുട്ടിയുടെ മകൻ അൻവർ കഴിഞ്ഞ 12 വർഷമായി അബുദാബിയിലും ഖത്തറിലുമായി ജോലി ചെയ്തു വരികയായിരുന്നു. അല്ലാ ഇക്ബാലിന്റെയും മുഹമ്മദ് മൻസൂറിന്റെയും ചങ്ങാത്തം അൻവറിനെ കൊണ്ടെത്തിച്ചത് മയക്കുമരുന്ന് ലോകത്തേക്കാണ്. ചങ്ങാതിമാരുടെ നിർബന്ധം കാരണം ഒരു പുക മയക്കുമരുന്ന് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയതോടുകൂടി അൻവറിന് ഇവരോടുള്ള സ്നേഹം വർദ്ധിച്ചു. ആദ്യഘട്ടത്തിൽ ലൈംഗികാസക്തി വർദ്ധിക്കാനും ഉന്മേഷത്തിനുമായാണ് വലിച്ചു തുടങ്ങിയതെങ്കിൽ പതുക്കെ പതുക്കെ ഈ മായാലോകത്ത് തന്നെ അൻവർ ജീവിച്ചു തുടങ്ങി. കേസിലെ പ്രധാനിയായ കർണാടക സ്വദേശിയായ മുഹമ്മദ് മൻസൂർ ബാംഗ്ലൂരിൽ നിന്നും മാംഗ്ലൂരിലേക്ക് എത്തിക്കുന്ന മയക്കുമരുന്ന് വാങ്ങിച്ച് ദേർലക്കട്ട മെഡിക്കൽ കോളേജിന് സമീപം വിൽപ്പന നടത്തി വരികയായിരുന്നു അല്ലാ ഇക്ബാൽ. തന്റെ കച്ചവടത്തിൽ വരുന്ന ലാഭവും ഇതിലൂടെ താൻ അനുഭവിക്കുന്ന ആഡംബര ജീവിതത്തിന്റെ സുഖങ്ങളെ കുറിച്ച് വാതോരാത്ത ചങ്ങാതിമാർ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാ ഇക്ബാൽ പറയുമായിരുന്നു, ഈ മേഖലയിൽ കൂടുതൽ പണം മുടക്കിയാൽ അൻവർ വിദേശത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് അല്ലാം ഇക്ബാൽ അൻവറിനോട് പറഞ്ഞു. തുടർന്ന് 12 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച മയക്കുമരുന്ന് വിൽപ്പന ഇവർ ആരംഭിക്കുന്നു. ദേർലക്കട്ടയും പരിസര പ്രദേശങ്ങളിലും കാസർഗോഡുമൊക്കെ മയക്കുമരുന്ന് എത്തിക്കേണ്ട ചുമതല ഇവരോടൊപ്പമുള്ള ഫാറൂഖിനും അല്ലാ ഇക്ബാലിനുമാണ്. കർണാടക കേന്ദ്രീകരിച്ചുള്ള ലഹരി വിതരണം മുഹമ്മദ് മൻസൂറും അൻവറും ചേർന്നാണ് നടത്തിയിരുന്നത്. മംഗലാപുരത്തും ദേർലക്കട്ടയിലും പഠിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന 300-ന് മുകളിലുള്ള സ്ഥിരം മയക്കുമരുന്ന് ഉപഭോക്താക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ലഹരിക്ക് പുറമെ വിദേശ നിർമ്മിത ലൈംഗിക ഉത്തേജക ഗുളികകളും വേദന സംഹാരികളും ഇവർ വിദ്യാർത്ഥികൾക്ക് ആവശ്യം പോലെ വിതരണം ചെയ്തിരുന്നു. കർണാടകയിൽ പരിശോധന ശക്തമായതോടുകൂടി ഉപ്പള, മഞ്ചേശ്വരം, തലപ്പാടി കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങിയത്. ഇവർ വിതരണം ചെയ്തിരുന്ന മയക്കുമരുന്നിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് ചില നാട്ടുകാർ ഞങ്ങളോട് ചോദിക്കുന്നത്. കാരണം ഇവർ നൽകിയ മയക്കുമരുന്ന് ഉപയോഗിച്ച വിദ്യാർത്ഥികളുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല ഫോണിലൂടെ സംസാരിക്കുന്നത് പോലും ആർത്തുലച്ചാണ്. അമിതമായ കോപം വിദ്യാർത്ഥികളിൽ കാണുന്നുണ്ടെന്ന് പരിസര പ്രദേശത്തുള്ള ഒരു കട ഉടമ പറയുന്നു. വിദ്യാർത്ഥികൾ ഒരു സാധനം വാങ്ങിക്കാനായി കടയിൽ വന്നാൽ ആ സാധനം എടുത്തു തരൂ എന്ന് ചോദിച്ചാൽ എത്ര വേണമെന്ന് തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നില്ല. കോപത്തോടെ അത്യുച്ചത്തിൽ നിനക്കറിയില്ല, എടുത്ത് താടാ തെണ്ടി എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നത്. ഇവരോട് മല്ലിടാൻ പോയാൽ ഈ കട തന്നെ ഇവർ തകർക്കുമെന്നാണ് അനുഭവസ്ഥനായ ആ കട ഉടമ ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രദേശത്താകെ വ്യാപിച്ചു കൊടുക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം DYSP സുനിൽ കുമാർ CKയുടെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ E, SI-മാരായ രതീഷ് ഗോപി, ഉമേഷ്, ASI-മാരായ മധുസൂദനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ധനുഷ്, രാജേഷ്, അബ്ദുൽ സലാം, അബ്ദുൽ ഷുക്കൂർ, സിവിൽ പോലീസ് ഓഫീസറായ റിജിൻ കുമാർ, രജീഷ് കാട്ടാമ്പള്ളി, സന്ദീപ്, CH അനീഷ് കുമാർ, KM സോണിയ എന്നിവരുടെ സംഘമാണ് പ്രതികളെ സമർത്ഥമായി പിടികൂടിയത്. പിടികൂടുമ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് 7 ലക്ഷം രൂപയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഇത് ആ പ്രദേശത്ത് മാത്രം അന്ന് വിൽപ്പന നടത്തിയ മയക്കുമരുന്നിന്റെ പണമാണ്. ഏറ്റവും ചുരുങ്ങിയത് അന്നേ ദിവസം 250-ൽ മുകളിൽ ആളുകൾക്ക് ഇവർ മയക്കുമരുന്ന് വിതരണം നടത്തിയിട്ടുണ്ട്. ഒരു ചെറിയ പൊതിക്ക് ഇവരുടെ കണക്കുകളിൽ പറയുന്ന പോലെ 1 G സാധനത്തിന് 3000 രൂപയാണ് ഇവർ ഈടാക്കിയിരുന്നത്. നോക്കണേ,
MDMന്റെ ഒരു പുക, ഒന്നുമാകില്ല, ഒന്ന് ട്രൈ ചെയ്, ജസ്റ്റ് തമാശക്കാണെന്നൊക്കെ പറഞ്ഞ് വലിച്ച ഒരു പുക, ആ പുകയിലൂടെ ഉണ്ടായ ചങ്ങാത്തം, ആ ചങ്ങാത്തം പടർന്ന് പന്തലിച്ച് 2 സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലകളായി മാറി. ഒരു ദിവസം തന്നെ മണിക്കൂറുകൾക്കകം 250-300 വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളായി ഇവർ മാറി. നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ കൃത്യമായ ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, പോലീസ് എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇവരെയൊക്കെ തൂത്തെറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.